ഇട്ടിരുന്ന പട്ടുപാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് അവൾ ആ കോളേജ് പടവുകളിൽ കയറി. ആദ്യമായിട്ടാണ് കോളേജിൽ, അതും അറിയാത്ത നാട്, അറിയാത്ത ആൾക്കാർ. അച്ഛൻ പറഞ്ഞതാണ് ദൂരെ പോയി പഠിക്കേണ്ടതെന്ന്. എന്നാൽ അമ്മയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിട്ട് പഠിപ്പിക്കണമെന്ന് വാശി. അമ്മയുടെ കൂട്ടുകാരിയുടെ കോളേജാണത്രേ. ആൻറ്റിയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആൻറ്റിയാണ് കോളേജ് പ്രിൻസിപ്പൽ. ആൻറ്റിയുടെ വീട്ടിലാണ് എനിക്ക് അക്കോമഡേഷൻ പറഞ്ഞിരിക്കുന്നതും. ഇവിടെ നിർത്തി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലും പോകാൻ നേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. എനിക്ക് കുറേ ഉമ്മകൾ തന്നു. അച്ഛയാണ് ഞാൻ കുറേ മിസ് ചെയ്യുന്നത്. അച്ഛയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛയും എന്നെ ചോർത്ത് പിടിച്ചു. ആൻറ്റി എന്തോ ആവശ്യത്തിന് വയനാട് പോയിരിക്കുന്നത് കൊണ്ട് ഇന്നലെ ഒരു ദിവസത്തേക്ക് കോളേജ് ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്. ഇന്ന് വൈകിട്ട് ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ആൻറ്റി അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആലോചിച്ച് പടവുകൾ കയറിയ അവൾ കണ്ടു വിശാലമായിട്ടുള്ള ഒരു കോളേജ് ക്യാമ്പസ്. കൊന്നപ്പൂക്കളും വാഗമരങ്ങളും ഇടതിങ്ങി നിൽക്കുന്ന മുറ്റം. നീണ്ടു നിവർന്ന് കിടക്കുവാണ് ക്യാമ്പസ്. എന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി അവൾക്ക് തോന്നി. ഏയ് മഞ്ഞക്കിളി! ആരോ കൈകൊട്ടി വിളിക്കുന്നത് കേട്ടതും അവൾ ചുറ്റിനും നോക്കി. ഇങ്ങ് വന്നേ! കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. 3-4 പേര് കാണും. ഒരാൾ ജീപ്പിലെ ബോണറ്റിൽ കിടക്കുകയാണ്. ബാക്കി എല്ലാവരും അവളെ നോക്കി നിൽക്കുവാണ്. അതിൽ ഒരാൾ കൈയാട്ടി അവളെ വിളിച്ചതും അവൾ തന്നെയാണോന്നറിയാൻ ചുറ്റിനും നോക്കി. നോക്കണ്ട, താൻ തന്നെ, ഇങ്ങ് വാ! അവൻ വീണ്ടും വിളിച്ചതും അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. എന്താ വിളിച്ചാൽ വരാൻ നിനക്കൊരു മടി? അതിലൊരാൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. അത് കേട്ടതും അവൾ കൈകൾ രണ്ടും പാവാടയിൽ ഇറുക്കി പിടിച്ചു. നിന്നോടാ ചോദിച്ചത്, നീ സംസാരിക്കില്ലേ? മറ്റൊരാൾ ചോദിച്ചു. സംസാരിക്കും, അവൾ വിറയിലൂടെ മറുപടി പറഞ്ഞു. നിനക്ക് വിക്കുണ്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. തൻ്റെ പേരെന്താ? ജാനകി, അവൾ പേടിയോടെ പറഞ്ഞു. ആ പേര് കേട്ട അവൻ കണ്ണുകൾക്ക് മുകളിൽ വെച്ചിരുന്ന കൈകൾ എടുത്ത് കണ്ണുകൾ തുറന്നു. പിന്നെ അവളെ നോക്കി. ഒരു മഞ്ഞ കളർ പട്ടുപാവാടയാണ് വേഷം. താഴെ വരെ കിടക്കുന്ന കട്ടിയുള്ള നല്ല കറുത്ത മുടി പിന്നെ മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. വലിയ വെളുപ്പൊന്നുമില്ലാത്ത ഇളം നിറമാണ് അവൾക്ക്. ഹൈറ്റ് വലുതായിട്ടില്ല, എങ്കിലും അത്യാവശ്യം വണ്ണമുണ്ട്. നെറ്റിയിൽ ഒരു വെള്ളക്കല്ലിൻ്റെ പൊട്ടിട്ടിട്ടുണ്ട്. കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. മുഖത്ത് മറ്റ് ചമയങ്ങളൊന്നും തന്നെയില്ല. കാതിലൊരു സ്വർണ്ണ കുഞ്ഞു ജിമിക്കുകയും കഴുത്തിൽ കുഞ്ഞൊരു മാലയും കിടപ്പുണ്ട്. കൈകളിൽ രണ്ടും കറുത്ത 3 കുപ്പിവളകൾ വീതം ഇട്ടിട്ടുണ്ട്. അവരെ കണ്ട് പേടിച്ചു വിറച്ച് നിൽക്കുകയാണവൾ. കണ്ണുകൾ പിടയ്ക്കുന്നുണ്ട്, ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. നിന്റെ സ്ഥലം എവിടെയാ? അതിലൊരാൾ ചോദിച്ചു. കോട്ടയം. നിനക്കെന്താ വിറയലിൻ്റെ അസുഖമുണ്ടോ? എന്ത് ചോദിച്ചാലും വിറച്ചുകൊണ്ടാണല്ലോ ഉത്തരം പറയുന്നത്. അതിലൊരുത്തൻ പറഞ്ഞതും അവൾ പേടിയോടെ അവരെ നോക്കി. നിനക്ക് പാടാനറിയോ? കണ്ടാൽ അറിയില്ലേടാ, കൊച്ചു ഡാൻസ് കളിക്കും അല്ലേ മോളെ? വേറെ ഒരുത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി. എനിക്കറിയില്ല, അവൾ അവരെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ശരി, എങ്കിൽ ചേട്ടന്മാർ വേറെ ഒരു കാര്യം പറയാം. മോളതേ ഇവനെ ഒന്ന് പ്രപ്പോസ് ചെയ്. അവൻ ബോണറ്റിലിരിക്കുന്ന ആളിനെ ചൂണ്ടി അവളോട് പറഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് നോക്കി. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലൂ ജീൻസും, ഒതുക്കി വെച്ചിരിക്കുന്ന മുടി, കട്ടിക്ക് വളർത്തി വെച്ചിരിക്കുന്ന മീശയും താടിയും, കഴുത്തിൽ സ്വർണ്ണമാലയോട് ചേർന്ന് കിടക്കുന്ന എന്ന ലോക്കറ്റ്, ഒരു കയ്യിൽ വാച്ചും മറു കൈയിൽ പ്ലാറ്റിനത്തിൻ്റെ വളകിടപ്പുണ്ട്. ആ കൈയിൽ തന്നെ എന്തോ ടാറ്റു അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അവൾക്ക് വ്യക്തമല്ല. കൊച്ചു ചെയ്തേ, ഇല്ലെങ്കിൽ ദേ ഡാൻസ് കളിക്കേണ്ടി വരുമേ. അതിലൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് അവനെ നോക്കി. അവൻ 2 കൈകളും കാലിൽ വെച്ച് അവളുടെ നേരെ കുനിഞ്ഞു. അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുമോളെ, അവിടെ നിന്നവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. വിയർപ്പ് തുള്ളികൾ മുഖത്ത് പ്രത്യക്ഷമായി. ലുക്ക് ഇൻ ടു മൈ ഐസ്. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവൻ്റെ കണ്ണുകളുടെ കാന്തിക ശക്തിയിൽ അവൾ ഇല്ലാതെയായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പ്രപ്പോസ് ചെയ്യുമോളെ, പുറകിൽ നിന്നും വീണ്ടും അവർ വിളിച്ചു പറഞ്ഞു. കോളേജിൽ കുട്ടികൾ കൂട്ടം കൂടി. ചിലർ അടക്കം പറഞ്ഞു. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ അവളും അവളുടെ കണ്ണുകളിൽ അവനും മാത്രമായിരുന്നു. എനിക്ക് എനിക്ക് ഏട്ടനെ, അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടനെ? പുറകിൽ നിന്നും വീണ്ടും ശബ്ദമുയർന്നു. ഏട്ടനെ എനിക്ക് ഇഷ്ടമാണ്, അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. പുറകിൽ വിസിലടിയും മറ്റും ഉയർന്നു. പെൺകുട്ടികൾ അസൂയയോടെ അവളെ നോക്കി. അവൻ്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ലാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. ഇച്ഛായൻ, അവൻ അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാഥൻ എബ്രഹാം അലക്സാണ്ടർ, അതാ എൻ്റെ പേര്, നല്ല അസൽ നസ്രാണി, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്താ ഇവിടെ? പിള്ളേർ കൂടി നിൽക്കുന്നത് കണ്ടതും കോളേജിൽ നിന്നും ഒരു സാറ് ഇറങ്ങി വന്ന് ചോദിച്ചു. അയാളെ കണ്ടതും അവൻ ബോണറ്റിൽ നിന്നും ചാടിയിറങ്ങി. ഞങ്ങൾ വെറുതെ കുട്ടികളെ പരിചയപ്പെടുകയായിരുന്നു, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു.
നാഥ്, എന്താ ഇത്? നീയല്ലേ ഇവിടുത്തെ ചെയർമാൻ, എന്നിട്ട് നീ തന്നെ ഇവിടെ റാഗിങ് നടത്തുവാണോ? അയാൾ സംശയത്തോട് ചോദിച്ചു. നോ സർ, ജസ്റ്റ് പരിചയപ്പെട്ടതാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, എല്ലാവരും ക്ലാസ്സിലേക്ക് പോയേ. അയാൾ പിള്ളേരെ എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. പെൺകുട്ടികൾ അവളെ നോക്കി അസൂയപ്പെട്ടുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. താൻ പോകുന്നില്ലേ? എല്ലാവരും പോയിട്ടും പോകാതെ നിൽക്കുന്ന അവളെ നോക്കി അയാൾ സംശയത്തോട് ചോദിച്ചു. എനിക്ക് എനിക്ക് ക്ലാസ് അറിയില്ല, അവൾ ദയനീയമായി പറഞ്ഞു. ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? ബയോടെക്. സിറിൽ, ഈ കുട്ടിക്ക് ഫസ്റ്റ് ഇയർ ബയോടെക് ഒന്ന് കാണിച്ചു കൊടുക്ക്. അയാൾ അതിലൊരുത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ അവളെയും കൂട്ടി നടന്നു. പോകുന്ന വഴിയിൽ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ ഇമച്ചിമ്മാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നാദിനെ. എന്താണ് മോനെ ഒരു ഇളക്കം? മനസ്സിൽ കയറി കൊളുത്തിയോ ആ മഞ്ഞക്കിളി? അവൻ നോക്കുന്നത് കണ്ടതും കൂടെ നിന്നവന്മാർ അവനെ കളിയാക്കി. ഷീസ് ലൈക്ക് എ ഡോൾ, മൈ ബേബി ഡോൾ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.